അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള VVIPകളെ മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല. നിങ്ങൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറയും, പല അബദ്ധങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരുന്ന് തന്നെ പൊട്ടുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. തീർത്ഥാടനം ട്രാക്കിലായി തുടങ്ങി എന്ന് കരുതാമോ? തീർത്ഥാടനം ട്രാക്കിലാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവലോകന യോഗവും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും വേണ്ടിയിരുന്നു. മുന്നൊരുക്കം പാളി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ. ഇവിടെ LDF സർക്കാർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത് കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ. ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ, കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ, ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചെലവാക്കുന്ന പണം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഞാൻ RSS ഉയർത്തുന്ന പരാതിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എന്താ, അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ അത് ഒരുക്കുന്നതിൽ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല. അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള VVIPകളെ മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചത്. ആഗോള അയ്യപ്പൻ സംഗമം വന്നപ്പോ അവർ താമസിച്ച സൗകര്യം എന്തുകൊണ്ട് അയ്യപ്പൻ ഭക്തന്മാർക്ക് കൊടുത്തില്ല? എന്തുകൊണ്ട് ചെമ്മീനും ഞണ്ടും കൊടുത്തില്ല? അതാ ചോദിക്കുന്ന അയ്യപ്പ ഭക്തന്മാര്. നിങ്ങൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറയും, പല അബദ്ധങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരുന്ന് തന്നെ പൊട്ടുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. ഇതൊക്കെ കേരളത്തിന്റെ ജനത കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിലോ സന്നിധാനത്തോ അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ ഗവൺമെന്റ് സംവിധാനം ഈ കേരളത്തിലുണ്ട്.